അങ്ങേകുന്നതെല്ലാം വേണമപ്പാ, അങ്ങേകാത്തതൊന്നും വേണ്ടനപ്പാ. അങ്ങേകുന്നതെല്ലാം വേണമപ്പാ, അങ്ങേകാത്തതൊന്നും വേണ്ടനപ്പാ. ഒരു നിഴലാ നിത്യ തുണയാ നിന്നരികിൽ തുടരേണം. ഒരു നിഴലാ നിത്യ തുണയാ നിന്നരികിൽ തുടരേണം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിക്കുവാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്യുന്നു. ആമേൻ. ആ നിയമം എന്താണെന്ന് 16-ാമത്തെ വാക്യമുണ്ട്. വില്ല് മേഘത്തിൽ ഉണ്ടാകും, ദൈവവും ഭൂമിയിലെ സർവ്വ ജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. ആമേൻ. ഒരു യാഗത്തിന് ശേഷം ദൈവം ഇടപെടുകയാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് ഇത്ര പവറുണ്ടോ? ഒരു ആരാധനയ്ക്ക് ഇത്ര ശക്തിയുണ്ടോ? അതെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ആരാധനയ്ക്ക് ശക്തിയുണ്ട്. ആ ഒരു പ്രാർത്ഥനയുടെ റിസൾട്ട് എന്ന വണ്ണം പറയുകയാണ്, ആമേൻ, ഞാനിനി ഭൂമിയെ ശപിക്കത്തില്ല, ഞാൻ ഭൂമിയെ ഇനി നശിപ്പിക്കത്തില്ല, നിന്നോട് ഞാനൊരു നിയമം ചെയ്യും, നിന്നെ ആരും തകർക്കത്തില്ല. അതിൻ്റെ തൊട്ട് താഴേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാനൊരു നിയമത്തിനൊരു അടയാളം വെക്കും, ഞാനിതെല്ലാം പറഞ്ഞതിനെ നിവർത്തിക്കുമെന്നതിന് നിന്റെ ഓർമ്മയ്ക്കും ഞാനും ഓർക്കുവാൻ സ്തോത്രം ഒരു അടയാളം വെക്കും. എന്താണ്? ഒരു മഴവില്ല് ആകാശത്തിൽ വെക്കും. ഈ ദൈവത്തിൻ്റെ എല്ലാ ഉടമ്പടിക്കും അടയാളങ്ങളുണ്ട്. സത്യത്തിൽ ഇതൊരു ഒരു പ്രാർത്ഥന ചെന്ന് നിൽക്കുന്നത് ഒരു ഉടമ്പടിയില്ല. ഈ ലോക ചരിത്രത്തിലൊക്കെ നോക്കിയാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടിയുണ്ട്, വ്യക്തികൾ തമ്മിൽ ഉടമ്പടികളുണ്ട്, ദേശങ്ങൾ തമ്മിൽ ഉടമ്പടിയുണ്ട്. ആമേൻ. ഇതിൻ്റെ എല്ലാം മുകളിലാണ് ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടി. അങ്ങനത്തെ ഒരു നോഹീയ ഉടമ്പടിയിൽ പറയുകയാണ്, ഞാനിനി നശിപ്പിക്കത്തില്ല, ഇന്നും അത് നിൽക്കുകയാണ്, എല്ലാവരും നശിപ്പിക്കത്തില്ല. അതിന്റെ തെളിവാണ് മഴവിൽ. ഹല്ലേലൂയ. അടയാളം. നമ്മളോടും ദൈവം വലിയൊരു ഉടമ്പടി ചെയ്തു. അത് ആടിൻ്റെയോ കുറുംപ്രാവിൻ്റെയോ രക്തം കൊടുത്തുള്ള ഉടമ്പടിയല്ല, സ്വന്തം പുത്രനെ കാൽവറിയിൽ തല്ലി തകർത്ത് ഒരു ഉടമ്പടി ചെയ്തു. ഞാനിനി ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. ആ ഉടമ്പടിക്ക് ഒരു അടയാളം വെച്ചു, അതാണ് കർത്തൃമേശം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ നിന്നോടൊരു നിയമം ചെയ്യണം, അത്ഭുത നിയമം, നീ നശിക്കത്തില്ല. നോഹയ്ക്കെന്നും ഈ മഴവില്ല് കാണുമ്പം ഒരു കാര്യമുണ്ട്, ഞാൻ നശിക്കത്തില്ല, ഞാൻ തകരത്തില്ല. എത്ര കാറ്റുകൾ അടിച്ചാലും, എത്ര തിരമാലകൾ പൊങ്ങിയാലും, എത്ര ഭയങ്കര വെള്ളപ്പൊക്കം പൊങ്ങിയാലും എനിക്കുറപ്പാ ഞാൻ നശിക്കത്തില്ല. എന്താ തെളിവ്? മഴവില്ല് കണ്ടോ? അതേപോലെ നമുക്കൊരു ഉറപ്പുണ്ട്. എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര തകർച്ചകൾ വന്നാലും ഞാൻ തകർന്നു പോകത്തില്ല. കാരണം ഒരുടമ്പടിയുണ്ട്. എന്താ ഉടമ്പടി? തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകിയ ഉടമ്പടി. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നീ എൻ്റെ പ്രിയ മകനാണ്. യെസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നോഹയോടുള്ളതുപോലെ നിങ്ങൾക്കും ഒരു ഉടമ്പടിയുണ്ട് കേട്ടോ. നോഹയ്ക്കുള്ളതുപോലെ നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട് കേട്ടോ. ചിലത് കണ്ടോണം. കർത്താവിൻ്റെ മേശയിലൊക്കെ നിങ്ങൾക്ക് പങ്കുകാരാകാൻ പറ്റുന്ന സമയം പ്രാർത്ഥനയോടെ അതിനകത്തോട്ട് കയറണം, ഒഴിഞ്ഞു മാറരുത്.
അതൊരു ഉടമ്പടിയുടെ അടയാളമാണ്. സ്തോത്രം. ചില സൈനുകൾ ദൈവം നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ നശിക്കത്തില്ല കേട്ടോ. നശിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകാം, പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ നശിക്കത്തില്ല. കാരണം നിങ്ങളോട് ദൈവത്തിന് ഒരു ഉടമ്പടിയുണ്ട്. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എൻ്റെ സമാധാനത്തിൻ്റെ നിയമം നിങ്ങളെ വിട്ട് മാറത്തില്ല. നിങ്ങളുടെ കണ്ണിൽ നോക്കി ഈ പ്രഭാതത്തിൽ പറയുന്നു, നിങ്ങൾ അങ്ങനെ ഒന്നും നശിക്കത്തില്ല. നശിക്കാവുന്ന സാഹചര്യവും രോഗമൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ. ഇല്ല, റൈറ്റ് നൗ നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരിക. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങൾ ജീവിച്ചിരിക്കും, ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കും. നിങ്ങൾ കാണേണ്ടതെല്ലാം കാണും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങളോട് ഒരു ഉടമ്പടിയുണ്ട്. യെസ്, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോട്ടെ. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, മാറാത്ത ഒരു ഉടമ്പടി അങ്ങ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. ഇനി വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെയും കർത്താവെ അങ്ങയുടെ ഉടമ്പടിയിൽ ഒരിക്കൽ കൂടി അങ്ങ് ഉറപ്പിക്കുന്നതിന് നന്ദി പറയും. കർത്താവ്, നിർണയം അങ്ങ് അവർക്ക് കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങയുമായുള്ള അഗാധ ബന്ധം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാവട്ടെ. ആ ഉടമ്പടിയിലുള്ള സുരക്ഷിതത്വം ഉണ്ടാവട്ടെ. ധൈര്യം വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതം എന്നും ഒരു അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്നു. ഇന്നത്തെ ഉറപ്പ് പോലെ ഇവർ നശിക്കത്തില്ല, ഇവർ തകരത്തില്ല. കാരണം ഇവർക്ക് ഉടമ്പടിയുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജപ്തികൾ, കടങ്ങൾ മാറട്ടെ. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവർ അകപ്പെട്ടിരിക്കുന്ന ട്രാപ്പുകളിൽ നിന്ന് പുറത്തു വരട്ടെ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം അവരുടെ കാലിന് ദൈവവും അവരുടെ പാതയ്ക്ക് പ്രകാശവുമാകട്ടെ. ഹൃദയത്തിന് ഉറപ്പാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ ഒരു വൻ മഴ പോലത്തെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ പെയ്യുന്നു, വൻ മാരി പെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.